അയോധ്യയിൽ രാമക്ഷേത്രം പണിയാനുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം പാകിസ്ഥാനിൽ പുതിയ തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ. അദ്ദേഹം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്ന കാര്യം മതേതരത്വ വിശ്വാസികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. പാകിസ്ഥാനിലെ 428 ക്ഷേത്രങ്ങളെ നവീകരിക്കാനും വിശ്വാസികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനും ഇമ്രാൻഖാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതും സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം എന്നുള്ളത് എടുത്തു കാണിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടി എന്ന് വേണം ഈ നീക്കത്തെ വിശേഷിപ്പിക്കാൻ. പാകിസ്ഥാനിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് പുതിയ ഊർജം നൽകുന്ന തരത്തിൽ മുന്നോട്ട് വന്ന ഈ തീരുമാനം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ചയാവുകയാണ്. 500 മുതൽ 1000 വർഷം വരെ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ 1990കളിൽ ഭൂരിപക്ഷം കയ്യേറുകയും അതിനെ സ്കൂളുകളാക്കി മാറ്റുകയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റുകയും ചെയ്തതിനെ തുടർന്ന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിന് ശക്തമായ തിരിച്ചടിയായിരുന്നു ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇമ്രാൻഖാൻ പാകിസ്ഥാന് പുതിയ മുഖം നൽകുകയാണ്. മതേതരത്വത്തിന്റെ പുതിയ മുഖം നൽകുമെന്ന് ഐക്യരാഷ്ട്രസഭയിലടക്കം ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. ആ വാക്കാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ പാകിസ്ഥാനിൽ പാലിക്കുന്നുള്ളത്. 428 ക്ഷേത്രങ്ങൾ തുറക്കുന്നതോടൊപ്പം തന്നെ പലയിടങ്ങളിലും ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു പോകുമെന്നും ഇമ്രാൻഖാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇമ്രാൻഖാന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പക്ഷേ പാക് പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ശക്തനും അതുപോലെ തന്നെ ബുദ്ധിശാലിയും തീവ്രതയ്ക്ക് അടിമപ്പെടാത്ത ഒരാളും കൂടിയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങൾക്കും വലിയ കയ്യടി നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഐക്യരാഷ്ട്രസഭയിൽ വളരെ ചിന്താപൂർവം തന്നെയാണ് പല ആളുകളും വീക്ഷിക്കുന്നുള്ളത്. അതിനാൽ തന്നെ ഈ തീരുമാനം ഒരുപക്ഷെ ഏറ്റവും കൂടുതലധികം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികളായിരിക്കും. എന്തായാലും ഈ തീരുമാനം ഒരു മറുപടിയായിട്ടാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ വ്യക്തമാക്കുന്നുള്ളത്. എന്തായാലും ഇമ്രാൻഖാൻ പാകിസ്ഥാൻ ഒരു പുതിയ മുഖം നൽകാനായി മുന്നോട്ട് വന്നത് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.